എങ്ങനെയുണ്ട് നോക്കാം. പിന്നെന്തേ പത്തിരി ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് പുറത്ത് നിന്ന് ഇൻട്രോ എടുക്കാനൊരു സമയം കിട്ടിയില്ല, അത് കാരണം ക്വിക്കായിട്ട് ഞാൻ ഇപ്പം തന്നെ എടുത്തു. ഇതെന്താ ഇങ്ങനെ അടിഞ്ഞൊരുങ്ങിയിരിക്കുന്നതല്ലേ നിങ്ങൾ ആലോചിച്ചത്? വേറെ ഒന്നുമല്ല, നമ്മൾ മുമ്പത്തെ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പാല് കാച്ചിലെ കുറിച്ച്. അപ്പം ഇന്നാണ് ആ ദിവസം. 7:30 പാല് കാച്ചിൽ. ഇപ്പം സമയം നോക്കിയേ 6:59. ആകെ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിലായിരുന്നു പാല് നമ്മളവിടെ മെയിനായിട്ടാട്ടോ വീടിൻ്റെ പാല് കാച്ചിൽ എന്നല്ലേ പറയാ. അപ്പൊ പാല് കൊണ്ടുപോയി കൊടുത്തു. ഇനി നമുക്ക് പോയിട്ട് പൂ വാങ്ങണം. അപ്പൊ ഇനി നമുക്ക് പൂ മേടിക്കാൻ പോട്ടോ. അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വരും. ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ. ഇനി അധികം ഞാൻ കത്തി വെച്ച സമയങ്ങളാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടാ. അതിൽ ഞാൻ എന്തെങ്കിലും വെള്ളി പറഞ്ഞതിന് നിങ്ങൾ ക്ഷമിച്ചോളോട്ടോ, കാരണം ഞാൻ വല്ല ടെൻഷനിലൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ആ ഓക്കെ. അപ്പൊ അച്ഛത്തി നമുക്ക് പോയിട്ട് പൂ മേടിക്കാം. മേടിച്ചു അല്ലേ? കഴിഞ്ഞില്ലേ? നേരെ അങ്ങോട്ട് പോവല്ലേ? അങ്ങനെ ആണ്ടിലി സംക്രാന്തിക്ക് മാത്രം ഞാൻ സൂര്യനെ കാണാറുള്ളൂ, കാരണം നേരത്തെ എഴുന്നേക്കണ ശീലം എനിക്കില്ല. ഇപ്പോൾ ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേക്കുണ്ടാവുക. അത് കാരണം സൂര്യനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. പിന്നെ നേരെ അവിടെ നിന്ന് നമ്മൾ ഫ്ലാറ്റിലോട്ട് പാല് കാച്ചലിന് വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ളത് ആ ചടങ്ങുകളൊക്കെ അതെ പ്രിപ്പയർ ചെയ്ത് വരുന്നുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. അപ്പൊ ഞാൻ പോയിട്ട് ലിഫ്റ്റിൽ നിന്ന് പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ഫുഡാണല്ലോ മുഖ്യം, പോയിട്ട് ഒരു ഇഡ്ഡലി കഴിച്ചു. ഫുഡ് കണ്ട ആർത്തിയിൽ എനിക്ക് ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ ദേ വിളക്കൊക്കെ കൊളുത്തി ദേ പരിപാടിയിലേക്ക് കടക്കാണ് കേട്ടോ. കുറച്ച് നാള് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കറക്റ്റ് സമയത്ത് പൂജയൊക്കെ തുടങ്ങി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, പക്ഷെ ഗൃഹപ്രവേശനം ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല. പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ദേ പുണ്യാഹം ഓരോ റൂമിലും തെളിയിച്ചു. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചടങ്ങ് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, കുറച്ചൊക്കെ കണ്ടിട്ട് തന്നെയാണ് മനസ്സിലാക്കിയത്. ഇത് കഴിഞ്ഞ് എല്ലാരും പുറത്തോട്ട് ഇറങ്ങി അവിടുന്ന് താലം പിടിച്ചിട്ട് വലതുകാലം വെച്ചിട്ടാണ് ഉള്ളിൽ കയറുക. അതിന് ശേഷമാണ് കേട്ടോ പാല് കാച്ചലൊക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എവിടെ പോയിരുന്നത്? ഞാൻ എവിടെയും പോയിട്ടില്ല. തൊട്ടപ്പുറം തന്നെ ഇരുന്നിട്ട് നാമം ചൊല്ലുണ്ടായിരുന്നു. കാരണം പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഹോമം ചെയ്യുമ്പോൾ നമുക്ക് റിസൈറ്റ് ചെയ്യാൻ ഒരു നാമം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾ എല്ലാരും കൂടി പുറത്തോട്ട് ഇറങ്ങി അവിടുന്ന് ഇതേ വലതുകാല് വെച്ചിട്ട് ഗൃഹപ്രവേശനം ചെയ്യാട്ടോ. നമ്മുടെ പൂജാരി കാലത്തോടൊത്ത് സഞ്ചരിച്ചൊരു പൂജാരിയായിരുന്നു കേട്ടോ. കാരണം ചിലവർക്ക് അടുപ്പിലേ വെക്കൂ, പുകച്ച് വെക്കണം എന്നൊക്കെ നിർബന്ധമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഈ ഫ്ലാറ്റിലൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ അടുത്ത ഫ്ലാറ്റുകാരെല്ലാം കൂടി വരും. അങ്ങനെ ഇതേ നമ്മുടെ പാല് തിളച്ച് വന്നു കേട്ടോ. പാല് തിളച്ച് വരുമ്പോ പാല് ഏത് ഭാഗത്തേക്കാ പോയേ എന്നതിന് ഓരോ അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായത്, കാരണം ഫുഡ് അടിക്ക് പിന്നെയും എത്തി. കാരണം വിശന്ന് ഒരു വിധമായിട്ടുണ്ടായിരുന്നു ഗൈസ് ഇത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മൾ റൗണ്ട് റെസ്റ്റോറന്റ് പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ നിങ്ങൾ പോവാറായിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് പാർട്ടിയുടെ ഇവിടെ വെച്ച് കാണാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആട്ടോ തായ് കറി, തായ് ഫിഷ് കറി എല്ലാം. അതിനൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് പാർട്ടിയുടെ അവിടെ വെച്ച് കാണാം കേട്ടോ. നല്ല ടൈമിങ്ങാലോ, ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സമയം 6:30 തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ അധികം തയ്യാറിപ്പിക്കില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ ബാ ഗൈസ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവിടുത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്തായിരിക്കും അവിടെ കഴിക്കാൻ എന്നുള്ളത്. അപ്പൊ നമ്മള് പാർട്ടിക്ക് കിടക്കണങ്ങൾ മുമ്പ് ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്തു എല്ലാരും കൂടിയിട്ട്. കേക്ക് ഇത്തിരി നേരം ഇരുന്ന കാര്യം അൾസോ പുൾസോ ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുള്ള് ഫ്രൂട്ട്സും കിവിയും എല്ലാം കൂടി ഫില്ല് ചെയ്ത് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഫുഡിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗെയിം പരിപാടിയിലോട്ടൊക്കെ കടന്നത് കേട്ടാ. ഓരോ പ്രാവശ്യം ഞാൻ കേക്ക് കൊടുക്കുമ്പോ പ്രാർത്ഥിക്കായിരുന്നു ഗൈസ്, ദൈവമേ ബാക്കി എനിക്ക് ഉണ്ടാവണേന്ന്. അങ്ങനെ 5-6 പീസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി ഇടപെട്ടു. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ക്ഷമയില്ലാത്തോണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു തൊടലും തൊണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പീസ് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചാലോ? ഇതിങ്ങനെ ഗൈസ് നമ്മള് കേക്ക് കട്ട് ചെയ്തത് ഓർമ്മയുള്ളൂ. ഇപ്പൊ ആ കേക്കിന്റെ കോലൊന്ന് നോക്കി, അതൊന്ന് കാണിച്ചു കൊടുത്തത്. എങ്ങനെയുണ്ട് കേക്ക്? ട്രെയിൻ കയറി ചതഞ്ഞ പോലെ.
ഇതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടെറാമിസ് കേക്ക് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നേരത്തെ കാണിച്ചെന്നില്ലേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര ടേസ്റ്റി കേട്ടോ. നല്ലൊരു സോഫ്റ്റും നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. ഇപ്പോൾ ഇത് രണ്ട് പ്ലേറ്റാണ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സ്റ്റാർട്ടേഴ്സ് ആട്ടോ. അതിൽ കട്ട്ലേറ്റ്, പിന്നെ ഇതെന്താ ഗോബി മഞ്ചൂരി ആണോ അതോ ചിക്കനാണോ? ചില്ലി ചിക്കൻ. കട്ട്ലേറ്റ് ഒന്ന് കുഞ്ഞു കട്ട്ലേറ്റ് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അത് വെജും ഉണ്ട് നോൺ വെജും ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടറാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടേഴ്സ് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും. പിന്നെന്തേ പത്തിരി ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്, വെജുകാർക്ക് പനീർ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ചില്ലി ഗോബി, ബീഫ് വരട്ടിയത്. നല്ല എരിവൊക്കെ ഇട്ട് ഇങ്ങനെ മെഴുക്കി വെച്ചത്. അതും ഞാൻ പത്തിരി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാം. സൂപ്പറാട്ടോ. പിന്നെ ചിക്കൻ നല്ല ഗ്രേവിയുള്ള ചിക്കനാട്ടോ. ചിക്കൻ ഒരു പീസും വെച്ചിട്ടുണ്ട്. കിഡു ടേസ്റ്റാണ്. നമ്മളെ ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യം തന്നെ ഫുഡിങ് പരിപാടി കഴിച്ച് കഴിഞ്ഞിട്ട് വയറൊക്കെ ഒന്ന് സെറ്റായിട്ട് ഗെയിം പരിപാടി തുടങ്ങാനാട്ടോ വിചാരിച്ചിങ്ങനെ. അപ്പോൾ അതേ വെള്ളവും ഉണ്ട്. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വരാം. ഇത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ഗെയിമിംഗ് പരിപാടിയിലോട്ട് പോയത്. അതായത് കപ്പ ആൻഡ് സോസറാണ് നമ്മൾ കളിക്കാൻ പോണേ. നമ്മൾ സ്റ്റാർട്ട് പറയുമ്പോൾ ഓടണം, എന്നിട്ട് സ്റ്റോപ്പ് പറയുമ്പോൾ അവർ ചെയറിൽ ഇരിക്കണം വേണം, അവരുടെ പെയർ അവരുടെ മടിയിലിരിക്കും വേണം. ഇതാണ് നമ്മുടെ കളി. കപ്പ് എന്ന് പറഞ്ഞ ഹസ്ബൻഡും സോസർ എന്ന് പറഞ്ഞ വൈഫാട്ടോ. പക്ഷെ നമ്മൾ സിംഗിൾ പസംഗക്ക് പെയർ ഇല്ലാത്തതുകൊണ്ട് 2 കപ്പും 2 സോസറൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ കളിച്ചത്. ഇനി ഒരു സർപ്രൈസ് മൊമെന്റ് ആട്ടോ. അബിയും അവന്റെ ഒരു ഫ്രണ്ടും കൂടി വരച്ച ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇത്. ഒരു പെൻസിൽ സ്കെച്ച് നല്ല അടിപൊളിയുണ്ടായിരുന്നു. പൊളിച്ചപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, സർപ്രൈസ്ഡ് ആയി പോയി. കാരണം നമ്മൾ എത്ര പുറത്തുനിന്ന് മേടിച്ച ഗിഫ്റ്റിനേക്കാളും സ്വന്തം എഫേർട്ട് ഇട്ട് ചെയ്ത വർക്ക് അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാട്ടോ. അങ്ങനെ നമ്മൾ ഒരു പാട്ടൊക്കെ പാടി അവസാനം ഒരു അടിപൊളി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.